യേശുവിൻ്റെ വളരെ ഭയാനകമായ ഒരു പ്രവചനമുണ്ട്. മത്തായി 7:21 മുതൽ 23 വരെയാണ്. മത്തായി 7:21. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക. അടുത്ത വാക്യം. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അടുത്ത വാക്യം. അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുക. അപ്പോൾ ഇവിടെ ഗ്രീക്കിലെ വേർഡ് അനോമിയ എന്നാണ്, അല്ലെങ്കിൽ ലോലെസ്നെസ്, നിയമലംഘനം. ഹീബ്രുവിൽ ഈ വേർഡ് ആപ്ല അല്ലെങ്കിൽ അവോൺ എന്നാണ്. ഹൃദയത്തിൽ ദുഷ്ടത, അതായത് ദൈവം കുറച്ചും കൂടെ, ഈശോ അത് കുറച്ചും കൂടെ ഒരു ആഴത്തിലാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തത്. അതായത് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഷ്ടത, പിന്നെ ദൈവകൽപ്പന മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ലംഘിക്കുക, ഇതൊക്കെയാണ് അവിടെ ആ ഒരു വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഒന്നുകൂടെ, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുക. അപ്പോൾ ഈ അനീതി പ്രവർത്തിക്കുന്നവരെ കുറിച്ച് അവരെന്താ പറയുന്നത്? ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ കോമൺ ക്രിസ്ത്യൻസ് ആണ്, വലിയ വലിയ പൊസിഷനിലിരിക്കുന്ന ക്രിസ്ത്യാനികളൊക്കെ ആയിരിക്കും. പക്ഷേ യേശു അവരോട് പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുക. അപ്പോൾ പിതാവിൻ്റെ ഇഷ്ടം അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ. അതറിഞ്ഞാലല്ലേ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം എന്താണപ്പോൾ? ദൈവം ചെയ്യാൻ പറയുന്നത് ചെയ്യുക, ദൈവം ചെയ്യരുത് എന്ന് പറയുന്നത് ചെയ്യരുത്. അത്രേ ഉള്ളൂ ഇൻ സമ്മറി. ഇത് ബൈബിളിൽ എവിടെയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്? ഇതാണ് ദൈവം പ്രവാചകനായ മോശ വഴി ദൈവകൽപ്പനകളായിട്ട് നമുക്ക് തന്നത്. പുറപ്പാട് 12:49. സ്വദേശിക്കും നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിക്കും ഒരു നിയമമേ ഉണ്ടാകാവൂ എന്നാണ് പറഞ്ഞത്. ഇവിടെ നിയമം എന്ന് ഉദ്ദേശിച്ചത് ടോറ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. സ്വദേശിക്കും പരദേശിക്കും ആർക്കായാലും, നമ്മുടെ ദൈവത്തിന്റെ ജനമായിട്ട് വരുന്ന എല്ലാവർക്കും ഒറ്റൊരു നിയമമേ ഉള്ളൂ. അല്ലാതെ യഹൂദർക്ക് വേറൊരു നിയമം, നമ്മുടെ ക്രിസ്ത്യാനികൾക്ക് വേറൊരു നിയമം, നിങ്ങൾ ഈശോയിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ മറ്റേ 10 കൽപ്പനകളൊന്നും സാബത്തൊന്നും പാലിക്കണം, അങ്ങനെ ഒരിക്കലും ഒരിടത്തും ദൈവം പറഞ്ഞിട്ടില്ല. ഇനി ദൈവം തന്നെ നീതി എന്താന്ന് പറയുന്നുണ്ട്. 1 രാജാക്കന്മാർ 11:38. ഇത് ദൈവം ജെറുബോമിനോട് പറയുന്നതാണ്. ജെറുബോം ഇസ്രായേൽ, അതായത് 10 ഗോത്രങ്ങൾ ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായിരുന്നു. യഹോവ ദൈവം പറയുവാണ്, എൻ്റെ കൽപ്പനകൾ സ്വീകരിച്ച് എൻ്റെ മാർഗത്തിൽ ചരിക്കുകയും എൻ്റെ ദാസനായ ദാവീദിനെ പോലെ എൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും പാലിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ ദൃഷ്ടിയിൽ നീതി പ്രവർത്തിച്ചാൽ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ദാവീദിനെ പോലെ നിനക്കും സ്ഥിരമായൊരു ഭവനം ഞാൻ പണിയും, ഇസ്രായേലിനെ നിനക്ക് നൽകുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിന്റെ കണ്ണിൽ നീതി എന്താണെന്നാണ് ദൈവം പറയുന്നത്? എൻ്റെ കൽപ്പനകൾ സ്വീകരിച്ച് എൻ്റെ മാർഗത്തിൽ ചരിക്കുകയും എൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും പാലിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ ദൃഷ്ടിയിൽ നീതി പ്രവർത്തിച്ചാൽ, ദൈവം തന്നെ ഡിഫൈൻ ചെയ്യുകയാണ്, ദൈവത്തെ കോട്ട് ചെയ്യുകയാണ് ഞാനവിടെ. അപ്പോൾ ദൈവത്തിന്റെ കണ്ണിൽ അനീതി എന്തായിരിക്കും? ഇതിന് വിപരീതമായ എന്തും അനീതിയാണ്. ഇനി വേറൊരു വാക്യം നോക്കാം. മീഖ 6:8. മനുഷ്യ, നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് യഹോവ നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? ഇനി നമുക്ക് രക്ഷ എങ്ങനെ പ്രാപിക്കാമെന്ന് നോക്കാം. അപ്പോൾ യോഹന്നാൻ 3:16 മുതൽ 18 വരെയാണ്. ഇത് യേശു തന്നെ പറയുന്ന കാര്യങ്ങളാണ്. യേശു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കുന്നതിനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായ്ക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇനി അപ്പസ്തോലന്മാരെന്താ ഇതിനെക്കുറിച്ച് പറഞ്ഞത്? അതായത് രക്ഷ എങ്ങനെ പ്രാപിക്കാമെന്ന് അപ്പസ്തോലന്മാരെങ്ങനെ പറഞ്ഞോ? അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16:31. അവർ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. റോമ 10:9. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഇത്രേ ഉള്ളൂ. എന്നെവിടെയാണ്? ഹൃദയത്തിൽ വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കും. അപ്പോൾ യഹോവ ദൈവവുമായി വ്യക്തിപരമായ ഒരു ബന്ധം വെക്കുക, അതായത് ദൈവമായിട്ടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് വെക്കുക, പ്രാർത്ഥന, ഉപവാസം, ഇതിലൊക്കെ കൂടെ. പിന്നെ യഹോവ ദൈവത്തോട് മാത്രം പ്രാർത്ഥിക്കുക, മറ്റാരോടും പ്രാർത്ഥിക്കരുത്. സഭകൾ പറയുന്ന മറിയം അല്ലെങ്കിൽ വിശുദ്ധർ, ഇവരാരോടും പ്രാർത്ഥിക്കരുത്. അവര് ദൈവം അയച്ചവരല്ല, അവര് വേറെ ഒരു ലോകത്തുനിന്ന് വരുന്നതാണ്. നമ്മളെ സത്യദൈവത്തിൽ നിന്ന് മാറ്റിവെക്കാൻ, യേശുവിനെ രക്ഷകനായി ജീവിതത്തിലേക്ക് സ്വീകരിക്കുക. പാപത്തിൽ തുടരാതിരിക്കാൻ യഹോവയുടെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് നിഷ്കളങ്കതയോട് ജീവിക്കുക. അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്യുന്ന പാപങ്ങളോ ദൈവത്തോട് ക്ഷമ ചോദിക്കുക. യേശു ഇവിടെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വയ്ക്കും ഇങ്ങനത്തെ സർക്കംസ്റ്റാൻസസ്. 1 തിമോത്തിയോസ് 2:5. ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ. ആരാണ്? മനുഷ്യനായ യേശു മിശിഹ. അപ്പോൾ രക്ഷ പ്രാപിച്ചതുകൊണ്ട് പാപത്തിൽ തുടരാമോ? റോമ 6:1 മുതൽ 2 വരെ. അപ്പോൾ നാം എന്താണ് പറയേണ്ടത്? കൃപ സമൃദ്ധമാകാൻ വേണ്ടി പാപത്തിൽ തുടരണമോ? ഒരിക്കലും പാടില്ല. പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? 1 യോഹന്നാൻ 3:4. പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു, അതായത് ടോറ. ഹീബ്രുവിൽ പാപം നിയമലംഘനമാണ്. അതുകൊണ്ടാണ് നിയമം അല്ലെങ്കിൽ ടോറ
പഠിക്കാൻ ആവശ്യപ്പെടുന്നത്. പാപം ചെയ്യൽ കുറയ്ക്കാൻ. ജെറൂസലേം ദേവാലയം ഇല്ലാത്തതുകൊണ്ട് കുറേ നിയമങ്ങൾ നമുക്കിപ്പോൾ ആപ്ലിക്കബിൾ അല്ല. ഇനി യേശുവിനെ കുറിച്ചുള്ള പ്രവചനത്തിൽ തന്നെ യേശുവിന്റെ ഹൃദയത്തിൽ നിയമം ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. സങ്കീർത്തനങ്ങൾ 40, 7 മുതൽ 8 വരെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് യേശു പറയുന്നു എന്ന് പറയുവാണ്, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളുകളിൽ എന്നെപ്പറ്റി എഴുതിയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹൃദയം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. അങ്ങയുടെ നിയമം, അതായത് ടോറ ഇൻ ഹീബ്രു, എൻ്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ ഈശോ മത്തായി 5:17 മുതൽ 19 വരെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് എടുത്ത് വായിച്ചു നോക്കിക്കോളൂ. ഇപ്പോൾ ഞാൻ 18 മാത്രം ഇവിടെ വായിക്കുകയാണ്. യേശു പറയുകയാണ്, ആകാശം ഭൂമിയും കടന്നു പോകും വരെ സമസ്തവും നിറവേറുവോളും നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ശ്രദ്ധിച്ചോ, ആ നിയമം ഇപ്പോഴും ഉണ്ട്. ഞാൻ ഈശോയും അത് പാലിക്കണം എന്നാണ് പറഞ്ഞത്. നമ്മുടെ ദാവീദ് നിയമത്തെക്കുറിച്ച് ധ്യാനിക്കുന്നുണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. സങ്കീർത്തനങ്ങൾ 1 ആദ്യത്തെ 2 വേഴ്സസ്. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവന്റെ ആനന്ദം യഹോവയുടെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. സങ്കീർത്തനങ്ങൾ 119, 119 മുഴുവൻ ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. അതിൽ ദാവീദ് നിയമത്തെ പുകഴ്ത്തി എഴുതിയിട്ടുണ്ട് ഒത്തിരി. ദാവീദ് ഇവിടെ എഴുതിയിട്ടുണ്ട് രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. അപ്പൊ ദാവീദും അത് ചെയ്തിട്ടുണ്ടല്ലോ. ദാവീദിനെ കുറിച്ച് ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്, ദാവീദ് എൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിച്ചു എന്ന്. നിങ്ങൾ നേരത്തെ വായിച്ചു. ഇനി യഹോവ വെറുക്കുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സുഭാഷിതങ്ങൾ 6:16 മുതൽ 19 വരെ. യഹോവ വെറുക്കുന്ന 6 കാര്യങ്ങളുണ്ട്. 7-ാമത്തേത് കൂടി അവിടുന്ന് മ്ലേച്ഛമായി കരുതുന്നു. ഗർഭ കലർന്ന കണ്ണ്, അതായത് അരോഗന്റ് ആറ്റിറ്റ്യൂഡ് ദൈവത്തോട്. വ്യാജം പറയുന്ന നാവ്, നിഷ്കളങ്കമായ രക്തം ചൊരിയുന്ന കൈ, ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം, തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ, അസത്യം പറഞ്ഞുകൂട്ടുന്ന കള്ളസാക്ഷി, സഹോദരർക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ. ഏശയ്യ 59:2. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. അതിനാൽ അവിടുന്ന് നിന്നെ കേൾക്കുന്നില്ല. ആദ്യത്തെ പോയിന്റിൽ ഹീബ്രു വേർഡ് വീണ്ടും ഈ അബ്ല അല്ലെങ്കിൽ അപ്പോൺ, അതായത് ഹൃദയത്തിൽ ദുഷ്ടത, ദൈവകൽപ്പന മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ലംഘിക്കുക. ഇതാണ് അതിന്റെ അർത്ഥം. നിന്റെ പാപങ്ങൾ ഉദ്ദേശിക്കുന്നത്, പാപം എന്താണെന്ന് നമുക്കറിയാം. 1 യോഹന്നാൻ 3:4. നിയമലംഘനമാണ് പാപം. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകും. അപ്പോൾ യഹോവയുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ യഹോവയുടെ കൽപ്പനകൾ പാലിക്കുക. ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുമ്പോൾ ആദവും ഹവ്വായും അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവരെ ദൈവം പുറത്താക്കിയത്? അവർ ദൈവം പറഞ്ഞത് ധിക്കരിച്ചു. അവർ ദൈവത്തെ ഡിസൊബേ ചെയ്തു. അതാണ് അവർ ചെയ്ത മെയിൻ തെറ്റ്. അപ്പോൾ യഹോവയുടെ കൽപ്പനകൾ പാലിക്കുന്നതാണ് പ്രധാനം. അത് ദാറ്റ് കവേഴ്സ് എവ്രിതിങ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ദൈവത്തെ സ്നേഹിക്കുക, നിന്നെ പോലെ നിന്റെ സഹോദരനെയും സഹോദരിയെയും സ്നേഹിക്കുക, നീതി പുലർത്തുക. ഇപ്പോൾ അനീതി പ്രവർത്തിക്കുന്നവരെ എന്ന് ഈ ദൈവം അവിടെ പറയുന്ന സ്ഥിതിക്ക് നീതി പുലർത്തുക. മത്തായി 5:6-7 വായിക്കുക. കുറച്ചും കൂടെ ഒരു ഇൻഡെപ്ത് ഈശോ എന്താണ് ഇതിന്നൊക്കെ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മത്തായി 25:31 മുതൽ 40 വരെ ഒന്നും വായിക്കുക. നിങ്ങളുടെ ഹൃദയം പരിശോധിക്കുക, ഹൃദയത്തിൽ ദുഷ്ടതയുണ്ടോ? പിന്നെ ചതി, വഞ്ചന ഇതൊന്നും ചെയ്യരുത്. കള്ളസാക്ഷ്യം പറയരുത്. മറ്റുള്ളവരോട് കരുണയും ദയവും കാണിക്കുക. മറ്റുള്ളവരെ ക്ഷമിക്കുക, കാരണം ദൈവം നമ്മളെ ക്ഷമിച്ചു. ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നു. മന്ത്രവാദം, കൂടോത്രം എന്നിവയിൽ നിന്ന് മാറി നിൽക്കുക. പിന്നെ ഈ ഡിജിറ്റൽ വേൾഡിൽ ചെയ്യുന്ന വ്യഭിചാരമുണ്ട്, പോർണോഗ്രഫി, അതിൽ നിന്നും മാറി നിൽക്കുക. മത്തായി 15:18 മുതൽ 20 വരെ. യേശു, എന്നാൽ വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നുള്ള പുറപ്പെടുന്നതാണ്, അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. ദുഷ്ടചിന്തകൾ, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം പരിശോധിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ കപടത, ഹിപ്പോക്രസി, കറപ്ഷൻ ഉണ്ടെങ്കിൽ അത് ദൈവത്തിന് ഇഷ്ടമല്ല. ഇവയാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. യേശുവിലുള്ള വിശ്വാസം മാത്രമല്ല, നമ്മുടെ പ്രവൃത്തികളും പ്രധാനമാണെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. വെളിപാട് 22:12-14 ആണത്. ഇത് യേശു പറയുന്നതാണ്. ഇതാ ഞാൻ വേഗം വരുന്നു, എന്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. ഈ 14-ാം വാക്യം, ജീവവൃക്ഷത്തിൽ പങ്കുചേരേണ്ടതിന് അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവർ വിശുദ്ധരാണ്. ഇതാണ് യഥാർത്ഥ ഹെബ്രായ വെളിപാടിൽ. ഇവിടെ പ്രവൃത്തി എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവകൽപ്പനകൾ അനുസരിക്കുക എന്നതാണ്. യേശുവിൽ വിശ്വാസം മാത്രം പോരാ, പ്രവൃത്തിയും വേണം. യഹോവയുടെ ഇഷ്ടം ഒന്നുകൂടെ കണ്ടിന്യൂ ചെയ്യുവാണ്. യഹോവയുടെ കൽപ്പനകൾ പാലിക്കുക. 7-ാം ദിവസം സാബത്ത് ആചരിക്കുക. ഇത് 4-ാം കൽപ്പനയാണ്. വിഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുക. ഇത് 2-ാം കൽപ്പനയാണ്. യോഹന്നാൻ 15:10. യേശു പറഞ്ഞതാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ച് എൻ്റെ സ്നേഹത്തിലും നിലനിൽക്കും. ഇപ്പം ഇവിടെ യേശു വരെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ചാണ് ജീവിച്ചത്. വെളിപാടിൽ വിശുദ്ധരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. നമ്മുടെ പള്ളി പ്രഖ്യാപിക്കുന്ന വിശുദ്ധരല്ല, ദൈവത്തിൻ്റെ വിശുദ്ധർ. ദൈവത്തിൻ്റെ ജനത്തെ ഐഡന്റിഫൈ ചെയ്യാൻ വെളിപാടിൽ കുറച്ച് ഹിന്റുകളുണ്ട്. വെളിപാട് 12:17. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. യഹോവയുടെ കൽപ്പനകൾ പാലിക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായ അവളുടെ സന്താനങ്ങളിൽ ശേഷിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. വെളിപാട് 14:12. ഇവിടെയാണ് യഹോവയുടെ കൽപ്പനകൾ പാലിക്കുന്ന വിശുദ്ധരുടെ സഹനശക്തിയും യേശുവിലുള്ള വിശ്വാസവും വേണ്ടത്. ഒരു വാക്യം കൂടെ ഉണ്ട്, അത് വെളിപാട് 22:14, 22:14. അപ്പൊ ഈ വിശുദ്ധരെ കുറിച്ച് ദൈവം എഴുതിയത് എന്താണെന്ന് വെച്ചാൽ, യഹോവയുടെ കൽപ്പനകൾ പാലിക്കുന്നവർ, യേശുവിൽ വിശ്വസിക്കുന്നവർ, ഇവരാണ് യഥാർത്ഥ വിശുദ്ധർ. അപ്പൊ ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാം?
പുറപ്പാട് 20:6. ഇത് 10 കൽപ്പനയുടെ അകത്ത് എഴുതിയതാണ്. നിങ്ങൾ എൻ്റെ 10 കൽപ്പനയുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്തായിരുന്നു. യഹോവ ദൈവം പറയുന്നതാണ്, എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. അപ്പൊ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും, ദൈവം ഇതെല്ലാം ഒറ്റ സെന്റൻസിലാണ് പറഞ്ഞത്. യോഹന്നാൻ 14:15 യേശു പറഞ്ഞാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. 1 യോഹന്നാൻ 5:3 ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്നർത്ഥം. അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. പാരമ്പര്യവും ദൈവകൽപ്പനയും കോൺട്രഡിക്റ്റ് ചെയ്യുമ്പോൾ ഈശോ എന്താ പറഞ്ഞത് നോക്കാം. മത്തായി 15:3 പിന്നെ 6 മുതൽ 9 വരെ യേശു മറുപടി പറഞ്ഞു, നിങ്ങളുടെ പാരമ്പര്യത്തിന്റെ പേരിൽ നിങ്ങൾ ദൈവത്തിന്റെ പ്രമാണം ലംഘിക്കുന്നത് എന്തുകൊണ്ട്? ഇങ്ങനെ 6-ാം വാക്യമാണ്, ഇങ്ങനെ നിങ്ങളുടെ പാരമ്പര്യത്തിന് വേണ്ടി ദൈവവചനത്തെ നിങ്ങൾ വ്യർത്ഥമാക്കിയിരിക്കുന്നു. കപട നാട്ടുകാരെ, ഏശയ്യ നിങ്ങളെ പറ്റി ശരിയാണ് പ്രവചിച്ചത്. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, അതായത് വായ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. അവർ മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം ഇൻസ്പെക്ട് ചെയ്യുക. കാരണം ഹൃദയത്തിൽ നിന്നാണ് കപട ഈവിൾ തോട്ട്സ് ഒക്കെ വരുന്നത്. ദൈവത്തെ ധിക്കരിക്കണം എന്നുള്ള തോട്ട് വരുന്നത് തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ്. ഇനി ഞാൻ ജസ്റ്റ് ഒരു പുറമേ ഉള്ള കുറച്ച് കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യാം. ദൈവകൽപ്പനയും സഭയുടെ പാരമ്പര്യവും കമ്പയർ ചെയ്യുമ്പോൾ, നിങ്ങളുടെ പാരമ്പര്യം നിങ്ങളെ ദൈവകൽപ്പന ലംഘിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പാരമ്പര്യത്തിൽ നിന്ന് മാറി നിൽക്കുക. ഇപ്പോഴത്തെ സഭകളുടെ പാരമ്പര്യം മുഴുവൻ റോമൻ സ്വാധീനം മൂലമാണ് വന്നത്. ഇതിൽ കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഞായറാഴ്ച അല്ല സാബത്ത് ദിവസം, 7-ാം ദിവസം, നമ്മുടെ സാറ്റർഡേ അല്ലെങ്കിൽ ശനിയാഴ്ചയാണ് സാബത്ത് ദിവസം. ഞാനിത് AD 300-കളിൽ മാറ്റിയായിരുന്നു. സഭകൾ നിറച്ചും വീടുകൾ നിറച്ചും വിഗ്രഹങ്ങളാണ്. ഈ മരിച്ചവരോടുള്ള പ്രാർത്ഥന നമ്മുടെ കേരള ക്രൈസ്തവ സഭയിൽ ഇഷ്ടം പോലെ ഉണ്ട്. മരിച്ചവരോട് പ്രാർത്ഥന, അതെ, അവരെ ആരെങ്കിലും വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചാൽ അവരോട് പോയി പ്രാർത്ഥിക്കാൻ ഉള്ള ഒരു പ്രിവിലേജ് സഭ തന്നു. പക്ഷെ ദൈവം അങ്ങനെ ഒരിടത്തും പറഞ്ഞു. ഈശോ വരെ പിതാവായ ദൈവത്തോടാണ് പ്രാർത്ഥിച്ചത്. ഈശോ വരെ പിതാവായ ദൈവത്തോട് മാത്രം പ്രാർത്ഥിക്കാനാണ് നമ്മളെ പഠിപ്പിച്ചത്. പിന്നെ യഹോവയുടെ തിരുനാളുകൾ തള്ളിമാറ്റി സ്വയം ആചാരങ്ങൾ ഉണ്ടാക്കുന്നു. ഇതൊക്കെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. ആദ്യ ക്രൈസ്തവ സഭയും ഇന്നത്തെ സഭകളും തമ്മിലുള്ള ഒരു 21 വ്യത്യാസങ്ങൾ ഞാൻ ഈ കാണുന്ന വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്.